ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് സ്വാഗതം. യെസ്, FJ ബ്ലോഗത്തെ ഐസിനെ നമ്മൾ അടിച്ചു വേണ്ടിയിരിക്കുന്നു. സോ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. 2-3 കാര്യങ്ങളുണ്ട് ഇന്ന് ചെയ്ത് തീർക്കാൻ. ഒന്ന്, നമ്മളെ ഇതുണ്ടോ പള്ളി, ഈ പള്ളിയിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മളെ നബിദിന റാലി എടുക്കുക. അപ്പം അതിൽ ദഫിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നമുക്ക് കുറച്ച് സമ്മാനങ്ങൾ വാങ്ങണം. ഇതിൻ്റെ പുറമെ നമ്മളെ മെയിൻ അജണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയിൽ നമ്മൾ മേടിച്ചതിന് ശേഷം ഇതേവരെ യാസീൻ വ്ളോഗ്സ് എന്നുള്ളത് ഒട്ടിച്ചിട്ടില്ല. അപ്പം നമ്മൾ അത് ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. യെസ്, യാസീൻ വ്ളോഗ്സ് ഒട്ടിക്കണ്ടേ? ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഷിങ്കു മേഡത്തിന് എൻ്റെ പൊണ്ടാട്ടിക്ക് ഒരു സർപ്രൈസ്. എന്തായിരിക്കും ഐസി പറയും? എനിക്കറിയില്ല. അപ്പം അതായത് എൻ്റെ പൊണ്ടാറ്റി ഡോക്ടറാണല്ലോ. സോ നമ്മൾ യാസീൻ വ്ളോഗ്സ് ഒട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്നോട് ഒരു വട്ടം ഇങ്ങനെ പറഞ്ഞു, ഇതിലൊരു ഡോക്ടറുടെ ചിഹ്നം കൂടെ ഒട്ടിച്ചാൽ കുഴപ്പമുണ്ടോന്ന്. അപ്പം ഞാൻ പറഞ്ഞ അതൊന്നും വേണ്ടാത്ത. പക്ഷെ ഇന്ന് നമ്മൾ എന്താക്കുന്നു, ഒരു ഡോക്ടറെ ചിഹ്നം കൂടി ഒട്ടിക്കാം. വണ്ടീൻ്റെ എവിടെയും ബാക്കിലും. അപ്പോൾ ഒരു ഡോക്ടറെ വണ്ടിയും ഒരു യൂട്യൂബറെ വണ്ടിയും ആവട്ടെ അല്ലേ? യെസ്. എങ്ങനെ ഉണ്ടാവും ഡോക്ടറെ ചിഹ്നം ഒട്ടിച്ചാ? സൂപ്പർ ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് പോയിട്ട് ഇന്നിപ്പം ഒരു ഡോക്ടറെ ചിഹ്നം അങ്ങോട്ട് ഒട്ടിക്കുക വണ്ടിമേൽ. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. പിന്നെ നമുക്ക് സാഡായിട്ടുള്ള ഒരു ഇത് കൂടി ഉണ്ട് പറയാൻ. അതായത് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന നേപ്പാളിൽ നിന്ന് വന്ന കൽപ്പന ചേച്ചിക്ക് തീരെ സുഖമല്ല. കുഴപ്പമില്ല, പ്രായമായി വരികയല്ലേ, അപ്പോൾ പണിയെടുക്കാനൊന്നും വയ്യ. അപ്പോൾ ചേച്ചി ഇന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ വീട്ടിൽ ആരുമില്ല. അപ്പം ഇനി വേറെ ആരെങ്കിലുമൊക്കെ നോക്കണം. സോ ഞാനും ഐസിയും ഇപ്പോൾ കൽപ്പറ്റയാണ് പോണത്. യൂനിസ്കാൻ്റെ കടയിൽ പോയിട്ട് വേണം ചെയ്യാൻ. നമുക്ക് പോയി നോക്കാം. ബാക്കിയുള്ള വിശേഷങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ കാണാം. ഐസി ഇന്നും സ്കൂളിൽ പോകാണ്ട് മടി പിടിച്ച് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. മടിയാ? പിന്നെ ഷിങ്കു ലീവ് പിടിപ്പിച്ചാ? ഏതാ ഐഡിയ? എന്തായാലും ഞങ്ങൾ ടൗണിലേക്ക് പോട്ടെ. ടൗണിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഗൈസ്, നമ്മൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഐസീനെ ഞാൻ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. യാസീൻ വ്ളോഗ്സ് എവിടെ? ഇത് ഡോക്ടർ ചിഹ്നം. ഡോക്ടർ ചിഹ്നം ഇതാ റെഡിൽ. യൂട്യൂബിന് ഒരു ചെറിയ റെഡ് ഉണ്ട് അല്ലേ? എവിടെ എന്റെ പേര്? അത് റെഡിലാ? വൈറ്റാ? ബ്ലാക്ക് വരെ? എല്ലാ മനുഷ്യ ഇപ്പൊ അവിടെ ഒട്ടിച്ചിരിക്കണ ബ്ലാക്കിലല്ലേ? നോക്കട്ടെ. അതായത് പിന്നെ ഇവിടെ ഒരു ഡോക്ടർ ചിഹ്നം വരും. പിന്നെ നമ്മൾ ചെയ്യുന്നത് റെഡിലല്ലേ? പിന്നെ ഇവിടെ യാസീൻ വ്ളോഗ്സ്. ഇത് കണ്ട് നമ്മൾ SS മഹീന്ദ്ര എന്നുള്ളതാണ്ട് പറിക്കും. ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. എന്നിട്ട് ഇവിടെ യാസീൻ വ്ളോഗ്സ് കൊടുക്കും. ഓക്കെ, അപ്പോൾ തെറ്റല്ലേ? പിന്നെ ഇവിടെ ഒരു ഡോക്ടർ ചിഹ്നം കൊടുക്കാം. 2 ഡോക്ടർ ചിഹ്നം. ഇതിവിടുത്തെ മെയിൻ താരാട്ടോ. പിന്നെ യൂനിസ്കാൻ്റെ കൽപ്പറ്റ യാഷ് എന്നാണ് നമ്മൾ അടിക്കുന്നത്. നമ്മൾ സ്ഥിരം വിടുന്നതാണ്. ഒട്ടിക്കട്ടെ കേട്ടോ. ഷിങ്കുവിന് അറിയില്ല. ഷിങ്കുവിന് സർപ്രൈസ് ആവട്ടെ അല്ലേ? അന്റെ പേര് ഒട്ടിക്കണോ? ഐസിൻ അംജ. എവിടെ ഒട്ടിക്കണ്ടേ? കാണിച്ചിട്ട് എന്നാ അവിടെ ഒട്ടിക്കാം. എവിടെ ഒട്ടിക്കണ്ടേ പറയും? മുമ്പിലോ മേലെ എവിടെയെങ്കിലൊക്കെ ഒട്ടിക്കണം എന്നൊക്കെയാണോ പറയണത്? അന്റെ അബ്ബ ഒട്ടിച്ചോ? അന്റെ അബ്ബ ഒട്ടിക്കത്? ഒട്ടിക്കാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒട്ടിച്ചിട്ടില്ല. അബ്ബനെ നമുക്ക് പിടിക്കണം. ഡോക്ടർ ചിഹ്നം ആയിക്കൊണ്ടിരിക്കുന്നു. ഇവരെന്തോ കച്ചവടം എന്തോ ഉണ്ട്. ഡോക്ടറെ ലോഗോ ഇതാക്കാൻ പോയതേ. ആയി വരുന്നേ ഉള്ളൂ. ഇപ്പൊ വരും.
സ്വന്തമായിട്ട് ഡോക്ടറെ. കേട്ടോ യാസീൻ ബ്ലോഗ്സ് അടിച്ചോണ്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രോട്ടോകോൾ ഉണ്ടോ? ഡോക്ടർ ആയാലേ ഒട്ടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടോ? അല്ല ഞാൻ ഡോക്ടർ അല്ലല്ലോ, പോലീസ് ഓടിക്കുമ്പോ പറയല്ലേ വൈഫാണ് ഡോക്ടർ എന്ന്. കുഴപ്പമില്ലല്ലോ, ഡോക്ടർ ഉണ്ടല്ലോ. ആർ സി ഓണർ ഞാന്. ഇത് പെങ്ങളെ സ്കൂളിലൊന്നും പോവാണ്ട് ഇങ്ങനെ തെന്നി തിരിഞ്ഞ് കിടക്കുക കേട്ടോ. ഡോക്ടറെ ചിഹ്നം ഇവിടെ ആയിട്ടുണ്ട്. ഇതാണ് ഡോക്ടറുടെ ചിഹ്നം. ഇതല്ലേ ആ യൂനിസ്ക ഇത് പറ്റില്ല കേട്ടോ. ഡോക്ടറെ ചിഹ്നം ഇങ്ങനല്ല, കാണിച്ചു കൊടുക്ക്. അങ്ങനെയാണ് ഡോക്ടറെ ചിഹ്നം. അതെന്തില്ല ആ ഇങ്ങനല്ല, ഇങ്ങനെ ഇത് മാറ്റി ഒട്ടിക്കണം. എന്നാ ഈ ആദ്യം പറയണ്ടേ? ചേട്ടാ മറ്റേ ഇതില്ലേന്ന് എന്താ ടെലസ്കോപ്പോ? അങ്ങനെന്തോ അങ്ങനെ അതാണ്. ഇത് തെറ്റി. പിന്നെന്താ സാധനം? പെതസ്കോപ്പ്. അല്ലേ കൂടി കിട്ടിക്കിടും പെതസ്കോപ്പ് പോലും എനിക്കറിയില്ല. യൂട്യൂബിന്റെ ചിഹ്നം എനിക്കറിയാം. ഏതോ ഹോസ്പിറ്റലിന്റെ ചിഹ്നം. എന്റെ യൂനിസ്ക ഏതോ ഹോസ്പിറ്റലിന്റെ ചിഹ്നാണ് മൂപ്പർ അടിച്ചിക്കണേ. എന്താ ചെയ്യാ? തൽക്കാലം ഒട്ടിക്കല്ലേ? അല്ല തൽക്കാലം തൊട്ടിക്കാം. ഇതാ പേരുണ്ട്, ഡോക്ടർ എന്നുണ്ട്. ഇതാ ആ തിരിച്ചു വെച്ചിട്ടാ. ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ ഡോക്ടർ എന്ന് വായിക്കും. എന്നാലും മറ്റേ ചിഹ്നാണ് വേണ്ടത് അല്ലേ? ഓക്കെ ഓക്കെ. ആ മാരക ഒട്ടിക്കലാണ് കേട്ടോ. 17 എന്താണ് ഇനി വല്ല അത് ആവശ്യമില്ല ചിക്കന ആണോ? ആ നിക്കണേ അവിടെ നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ആ ഇത് ഫാസ്റ്റാഗിന്റെ വില വരുമോ? ഇല്ലല്ല, ഫാസ്റ്റാഗ് പറഞ്ഞാൽ ആ ഇതിലുള്ളതേ ഉള്ളൂടാ, ആ ചിപ്പിന്റെ ആ കുത്തു മാത്രമേ ഉള്ളൂ. ലാൻഡിങ് നഷ്ടമല്ലായിട്ട് എന്തൊരു കഷ്ടപ്പാടാണ്. ഇനിയിപ്പോ ഡോക്ടറെ വില്ലേജ് എനിക്കും കിട്ടും. ഞാനും ഡോക്ടറായി കഴിച്ചു. ഇവിടുന്ന് ഇത്രേ കാണുള്ളൂ കേട്ടോ ഗൈസ്. അവിടുന്ന് കാണും. ആ അവിടുന്ന് കാണും. ആ കാണണ്ടാ. ഓക്കെ ചെരിഞ്ഞോ? കുറച്ച് താഴെ വേണ്ടിയതു അല്ലേ? എങ്ങനെ എവിടെ വരും? അപ്പൊ ഭയങ്കര താഴായി പോയില്ലേ? ശരിക്കും ആ സ്റ്റിക്കർ പാടില്ലായിരുന്നില്ലേ അവിടെ? ആ ഈ സാധനം ശരിക്കും ഈ സാധനം ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ഒന്നും ഒട്ടിക്കലില്ലേ? ഇത് വൺ ടൈം യൂസാ. പറ്റൂല പിന്നെ പിന്നെ വെക്കാൻ പറ്റില്ല. രണ്ടാമത് റീ വെക്കാൻ പറ്റില്ല. എന്നാ തൽക്കാലം ഇപ്പൊ അവിടെ കിടക്കട്ടെ. വേണേ പറിച്ചു ഒട്ടിച്ചൂടത് ഡോക്ടർ ചെയ്യുന്നോ? സോ നമ്മളെ ബാക്കി 2 സ്റ്റിക്കർ വരുന്നുണ്ട്. അവിടെ വരിക. പാളി ഇല്ല. ശരിയോ? ഇല്ല ചെണ്ടില്ല. വെയിലിൽ ചൂട് നിൽക്കുന്നതിന് പറിക്കുമ്പോൾ മറ്റേ കിടക്കാൻ വരുമോ?
ഇത് പിന്നെ എങ്ങനത്തെ സ്റ്റിക്കറാ റിഫ്ലക്ഷൻ വരുന്നേ? ആനക്ക് സ്റ്റിക്കർ ഒട്ടിക്കാനാ? അങ്ങെന്നാലും അങ്ങ് പഠിച്ചൂടാ? അത് കുറച്ചുകൂടി കർണായി പോയില്ലേ? ഈ എടാ ഇതിന്റെ ചിഹ്നക്കൊളയോ? നമ്മൾ യാസിൻ ബ്ലോഗ്സ് വഴി ഡോക്ടർ ചിഹ്നമായി. ഇനിയിപ്പോ ആരും ഡോക്ടറെ ചിഹ്നം കണ്ടില്ല, അത് പറയരുത്. ഞാനുണ്ട്. സൂപ്പറായോ? സർപ്രൈസ് ആവോ? നെട്ടോ? എനിക്കറിയില്ല അല്ലേ. നമ്പറൊക്കെ വെച്ചില്ലേ? അത് എക്സ്ട്രാ വെച്ചതാണ്. എടാ ചിഹ്നം ഇവിടെ അല്ലേ വരിക? കുഴപ്പമില്ല. ശിങ്കുവിനെ വിളിക്കുക, സർപ്രൈസ് കൊടുക്കണ്ട നമുക്ക്. എടുക്കില്ലല്ലോ. ശിങ്കുവിന്റെ ഫോൺ എപ്പോഴും സൈലന്റ് ആയിരിക്കും. ഹലോ, പിന്നെ എവിടെ? വീട്ടില്. പിന്നെ ഈ ഒരു കാര്യം ചെയ്യോ? പിന്നെ തലേ തട്ടിട്ട് നിക്ക്. എന്താ? ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ് ഉണ്ട്? നിങ്ങൾ വെറുതെ മോരുമ്പളം മേടിക്കണം. സർപ്രൈസ് മോരും വെള്ളം മേടിക്കണമെന്നല്ല, വരുമ്പോ കണ്ടല്ലേ അയച്ചു പറ. ഉണ്ട്. വരുമ്പോ കണ്ടോ? എന്ത് സർപ്രൈസ് ആണ് അത്? എത്തിയാലേ അറിയുള്ളൂ. ആയിഷേനോടൊക്കെ പറഞ്ഞോ, ഇത് എല്ലാരോടും പറഞ്ഞോ. ഇപ്പൊ വരും. അതെ, വീഡിയോ എടുക്കണ്ട. സർപ്രൈസ് ആണ്. തലയിലൊക്കെ തട്ടുവിടാനുള്ളവർ ഇട്ട് വന്നു. അവിടെ പറയാല്ലേ. സോ ഗൈസ്, നമ്മളെ പൊരേന്റെ അടുത്തെത്താനായി. ശിങ്കു അധികവും പിന്നെ നമ്മൾ വരുന്നത് നോക്കി നിക്കുന്നുണ്ടാവും. അപ്പം ചെലപ്പം ദൂരത്തുനിന്നേ കാണൂലേ ശിങ്കു? പിന്നെ ഡോക്ടറെ ചിഹ്നം ഒട്ടിച്ചപ്പോ ഞാൻ സത്യം പറയട്ടെ, കൊറേ പേര് നോക്കാൻ തുടങ്ങിയില്ലേ ഐസി? നമ്മള് വരുമ്പോ പറയുന്നല്ല, ഡോക്ടറിന് ഒരു വിലയുണ്ട് ട്ടാ. സബ്സ്ക്രൈബർ ഒക്കെ ബാക്കിൽ വരുമ്പോ നീ നോക്കൂലേ? എന്റെ വണ്ടിയാന്ന് മനസ്സിലാവൂലേ? ഡോക്ടറെ ചിഹ്നം ഒട്ടിച്ചപ്പോ ആൾക്കാർ ഇങ്ങനെ ഒരു നോട്ടം. ഇനിയിപ്പോ വണ്ടി നോക്കിയതാണ് ഡോക്ടറെ ചിഹ്നം നോക്കിയാന്നറിയില്ല. നമുക്ക് അങ്ങനെ തോന്നുന്നല്ലോ. എന്താണ് റെഡ് കളർ തിയറി? അതായത് നമ്മളൊരു കാര്യത്തെ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും അത് നോക്കുന്ന പോലെ നമുക്ക് തോന്നും. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു വണ്ടി എടുക്കാൻ വിചാരിക്കും, SUV എടുക്കാൻ വിചാരിക്കും. പിന്നെ റോട്ടിൽ ഇറങ്ങിയാലേ SUV കാണുമല്ലോ. അതുവരെ SUV നമ്മൾ എത്ര തപ്പിയാലും കാണൂലേ? അങ്ങനെ അതാണ് റെഡ് കളർ തിയറി. അപ്പൊ നമുക്ക് ഇനി വീട്ടിൽ പോവാം. ഓക്കെ? അല്ല, നമ്മളിതാ പൊരെത്താനായി. വണ്ടി കണ്ടില്ല ഞങ്ങള്? ഐസിന്റെ അടുത്ത് കൊടുത്തിട്ട് എന്താ കാര്യം? സ്പീക്കറിലാ സർപ്രൈസ് ആയിട്ട് എന്താ ആരോടും പറയൂലേ? സിംഗുവിനെ കാണുന്നുണ്ട് ഇവിടുന്ന്. എന്തോ സാധനം ലൈസി എനിക്കറിയാം. എന്താ എനിക്ക് മനസ്സിലായി. എന്തോ ഒരു കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനല്ലേ? അതെങ്ങനെ എനിക്ക് മനസ്സിലായി? എനിക്ക് മനസ്സിലായി. ഉപ്പച്ചി ഉണ്ടോ അവിടെ? ഉമ്മാനോടൊക്കെ പുറത്തേക്കാൻ പറയാം, എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. ഉമ്മ പുറത്തേക്കാൻ എല്ലാരോടും സർപ്രൈസിലെ നേട്ടാ ഇങ്ങോട്ട് നെട്ടിത്തരിക്കണം. വെച്ചോ? ഫോണ് വെച്ചെന്ന് തോന്നിട്ടോ. നമ്മളിതാ ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കണ്. ഈ പുല്ലൊന്ന് കൊറേ സ്ക്രാച്ച് വീണ് ഗൈസ് നമ്മളെ വണ്ടിയുമേല്. വിഷമായില്ലേ ചേച്ചി? സ്ക്രാച്ച് വീകാന്ന് പറയുമ്പോ ബ്ലാക്ക് ആയതുകൊണ്ട് ചെറിയ സ്ക്രാച്ച് വീണാൽ പോലും പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യും. റിവേഴ്സ് ഇടുന്നു.
എന്നാലും ശിങ്കു അവിടുന്ന് കണ്ടില്ല നോക്കിട്ട്. ഇല്ല, അതെങ്ങനെ ഇങ്ങനെ കാണാതാ? അതല്ല അങ്ങ് ദൂരത്തുനിന്നേ കാണൂലേ എന്നറിയില്ല, കണ്ടിട്ടില്ല. എന്നാല് ഇത് നിൽക്കുന്നുണ്ട് ഇവിടെ. മോനെ എന്താണ്? ഇതാ നോക്കി നിക്കണ സർപ്രൈസ് നോക്കിയിട്ട് നമുക്ക് വണ്ടി ഇവിടെ തൽക്കാലം ഇവിടെ വെക്കാം. പറയല്ലേ? ആ കണ്ടില്ല? എന്നാ വാ ഇറങ്ങി വരൂ രണ്ടാളും. ആ വേക്കോട്ട് ഇങ്ങനെ നടന്നോ അല്ലെ ഫ്രണ്ടോട്ടൊക്കെ നടന്നോ? എന്താ കണ്ടില്ല? എന്നാ ഫ്രണ്ട് കിടക്കേ. എന്താ ഇതെന്താ ആരും കാണാത്തോട് ഒട്ടിച്ചതാ? വേക്കില് പോയി കണ്ടില്ല? ഇല്ല, ഇവിടെ ഇതെന്താ ഇവിടെ ഒട്ടിച്ച്? ഇവിടെ അല്ലേ? അവിടെ ഒട്ടിക്ക, അവിടെ വൈപ്പർ ഇല്ലേ? യാസി വ്ളോഗ്സും ഉണ്ട്, ഡോക്ടർ ചിഹ്നുണ്ട്. എങ്ങനെയുണ്ട്? ഉമ്മ നോക്കുന്നിടുവാ ലൂയിന് നമുക്കറിയില്ലല്ലോ. എന്താണ് പ്രശ്നം? എന്താ നോക്ക്. ഓഹോ, ഇതൊട്ടിക്കാൻ പോയതിനോ? അതാ ഇവിടെ യാസിൻ വ്ളോഗ്സ് ഒട്ടിച്ച്, ഇവിടെ ഡോക്ടർ ചിഹ്നം ഒട്ടിച്ച്. സിംഗൂര് ചിഹ്നല്ലേ? നമുക്ക് ഫ്രണ്ടിലുണ്ട്. അതാ അപ്പൊ ഇവിടെ ഒട്ടിച്ച പോയാണോ? ചെറുതായിട്ട് മതി, അത് മതി. ഓഹോ, ഞാൻ വെച്ച് സിംഗൂരെ മാമനും മാമിയായിട്ടുണ്ട് വണ്ടിയിലേന്ന്. മാമൻ മാമനെ നേരത്തെ പറഞ്ഞു. അപ്പൊ എന്താ ഇവിടെ അങ്ങനെ മറവില് അവിടെ SS മഹീന്ദ്ര എന്നായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അത് പോയോ? അത് വലിച്ചെറിഞ്ഞ് പകരം യാസിൻ വ്ളോഗ്സ് കൊടുത്തു. ചെറുതായി പോയോ? കുറച്ച് വലുത് കൊടുക്കേണ്ടിയിരുന്നോ? ഡോക്ടർ ചിഹ്നം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? IC അവിടുന്ന് ഫുള്ള് കച്ചറായിരുന്നു. ഇതല്ല ഡോക്ടർ ചിഹ്നം? ചോദിച്ചു നോക്ക്. നീ പറ ഇതല്ല IC ഡോക്ടർ ചിഹ്നം. നീ എന്തിനാ അങ്ങനെ സമ്മതിച്ചത്? IC ഇതല്ല ഡോക്ടർ ചിഹ്നം. ഈ എന്താ സമ്മതിച്ച? എന്തിനാണ് ഇങ്ങനെ വെച്ചത്? എന്തായാലും വെച്ചിട്ടുണ്ട്, അത് മതി. അല്ല ഇതല്ല, ഈ നോക്ക്, ഇതല്ല. കുഞ്ഞാവിന്റെ മാത്രം ശരിയാക്കിയിട്ട് വന്നു. ഇങ്ങനെയാണോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വരുന്നത്? ഇതാണ് സർപ്രൈസ്. വിളിക്കണ്ട സിംഗൂര് അന്നേരം. ഇതൊന്ന് വിളിച്ചു കാണിച്ചൊന്നുകൂടി. കുഞ്ഞാവക്ക് ബുദ്ധിയില്ലെന്ന് അറിഞ്ഞൂടെ? ബുദ്ധിയൊന്നും നിനക്ക് അറിഞ്ഞൂടെ? സിംഗൂരാക്കണ ബുദ്ധി അയച്ചിക്കാം. എന്തുടാ സർപ്രൈസ് അമ്മോനെ സോ ഗൈസ്, ഐഷ കണ്ടല്ലോ. അപ്പം അങ്ങനല്ല വിറ്റ്, ഇവര് വീഡിയോയില് വരില്ല എന്ന് പറഞ്ഞതാ. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു. ഇങ്ങനൊക്കെ കാണിക്കും, അതായത് അങ്ങനല്ല വ്ളോഗിനായിട്ട് കാണിക്കൂല എന്നാണ് ഉദ്ദേശിച്ചത്. നെട്ടിയോ ഐഷ? നെട്ടിയോ? എന്തിനാന്നറിയോ ഗായ്സ് ഒട്ടിച്ചേ? നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പൊ നിങ്ങളൊന്ന് ഇത് കണ്ടിട്ടൊന്ന് മുൻഗണന തരാം. അല്ലേ? അതൊന്നല്ല, ഡോക്ടർ ചിഹ്നം അതിനെ ഒട്ടിക്കുക. അവിടെ ഒട്ടിച്ചാ മതിയായിരുന്നു കേട്ടോ. ബെസ്റ്റ്. യാസിൻ വ്ളോഗ്സും ഉണ്ട്. സോ എന്തായാലും സർപ്രൈസ് സൂപ്പറായി എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മള് പിന്നെ സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ട് ICനെ കൂട്ടാൻ പോവാണ്. ഭാവിന്റെ ഉമ്മ ഹോസ്പിറ്റലാണല്ലോ, ലൂയിനെ. അപ്പൊ ലൂയിനെ കൂട്ടാൻ പോകും. അപ്പൊ അക്കു ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ കയറുന്നത്. അപ്പൊ ഞാൻ അക്കുവിനോട് ചോദിച്ചു ഇത് ഹാൻഡ് ബ്രേക്ക് എവിടെയാണ്? അക്കു ഇതാണ് കാണിച്ചു തന്നത്. അവിടെ ഹാൻഡ് ബ്രേക്ക് ഏതാ? പറഞ്ഞല്ലോ എന്താണോ ഏത്? ഞാൻ പറഞ്ഞു കേട്ടെ, പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങളും ഇപ്പൊ കേറിയിട്ട് പഠിച്ചു വരണല്ലോ. ചോദിക്കാം ക്യൂസ് പോലെ. ഈ പാർക്കിങ്ങിന്റെ അതാണ് സ്വിച്ച്, ഹാൻഡ് ബ്രേക്കിന്റെ സ്വിച്ച്.
വണ്ടി സ്റ്റാർട്ടാക്കണ സ്വിച്ച് ചെയ്താണ്. അതാ ഏതാ? അത് പിന്നെ വേറെ ഇപ്പൊ എന്താ പിന്നെ അറിയാത്ത ചോദിക്കപ്പോ ഇതെന്തിനറിയോ ഈ സ്വിച്ച്? അതും എനിക്കറിയില്ല കേട്ടോ. ഓട്ടോ ഹോൾഡ് ഓട്ടോമാറ്റിക് പാർക്ക് ചെയ്യാനാ? അല്ല, ഒരു കയറ്റത്ത് വണ്ടി നിന്ന് ഇതൊക്കെയാ മതി, വണ്ടി ബാക്കോട്ട് പോവില്ല. അതിനുള്ള സ്വിച്ചാണ്. വൈപ്പറും ഹെഡ്ലൈറ്റ് ഒക്കെ അറിയാല്ലേ? ആ പിന്നെ ഓട്ടോമാറ്റിക്. ഇനി അഡാസ് ഉണ്ട്. എന്താ അഡാസ് എന്നറിയോ? അഡാസിൽ കൊറേ ഫീച്ചേഴ്സ് ഉണ്ട്. അഡാസ് അല്ല, വണ്ടി ഒറ്റക്ക് ഓടിക്കും. വണ്ടി ഒറ്റക്ക് ഓടിക്കും. അതായത് അലർട്ട് വരും സ്റ്റിയറിംഗ് പിടിക്കാൻ ഹൈവേയില്. ഒന്നും ചെയ്യണ്ട. ഇതിപ്പോ വളവ് തിരുവായ കൊണ്ടേക്ക് ഒരു പേടി ഇല്ലേല് ഇത് ഓണാക്കിയിട്ട് ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയാത്തവരുണ്ടല്ലോ. വണ്ടി തന്നെ ബ്രേക്ക് കിട്ടും, എന്നിട്ട് വണ്ടി തന്നെ ആക്സിലേറ്റർ കിട്ടും, എല്ലാം വണ്ടി തന്നെ ചെയ്യും. ഇത് നമ്മള് തിരിക്കണം. ഹൈവേ ഉണ്ടാവുമല്ലോ സ്ട്രെയിറ്റ്. പിന്നെ വൈപ്പർ നമ്മൾ ഇടണ്ട, ഓട്ടോമാറ്റിക്കാണ്. ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്, സെൻസർ എല്ലാം. പിന്നെ എന്ത് സ്വിച്ച് എനിക്ക് കാണിച്ചു തരാനുള്ളത്? ഇതെന്താ അറിയോ? മിനി ഫ്രിഡ്ജ്. നമ്മളെ എസിന്റെ സെറ്റ് ചെയ്യണ ആ തണുപ്പുള്ളൂ. ആ എസിന്റെ തണുപ്പില്ല, അതെ ഭയങ്കര ഫ്രിഡ്ജിന്റെ തണുപ്പല്ല. ഇങ്ങനെന്താ അത്രയൊക്കെ തന്നെ. സാധനമൊന്നുമില്ല. ഇതാ മറ്റേത് നിങ്ങൾ അഡാസ് ഓഫ് ചെയ്തിട്ടേക്കാ? അഡാസ് ഓഫ് ചെയ്തിട്ടേക്കാ? ട്രാക്കില് തെറ്റി കഴിഞ്ഞാല് മണി അടിക്കുന്ന. നമ്മൾ ലൂയിപ്പാവ് വന്നിട്ടുണ്ട്. അള്ളി പിടിച്ചിരിക്കാ, വരുമോന്ന് അറിയൂല അല്ലേ? മാമിന് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പറ്റൂലല്ലോ, ഒതുക്കിയിടാൻ പറ്റൂല, കൺജസ്റ്റഡ് റോഡാ. മറ്റേ നോക്ക്, ബാക്കിലൊന്ന് ഫ്രണ്ടിലൊന്ന് പോയിട്ട് വാ. അടിച്ചോ ചിഹ്നം നോക്ക്. ഇതൊക്കെ ഇവർക്ക് ഡാഡത്തെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ആ അവിടെ ഉണ്ട്, അവിടെ കുത്തി വെക്കൂലേ ലൂയിനെ? അല്ലോ വന്നേ. സോ ഗൈസ്, ടൈം ടു എൻഡ് ദ വീഡിയോ. ഞങ്ങൾ വണ്ടി എടുത്ത് രണ്ടാമത് ലൂയിനെ കൂട്ടാൻ പോയി. അവിടെ എത്തിയപ്പോൾ അവൻ വരൂലാന്ന്. അത് ഒനിക്കാക്കനെ വണ്ടി കണ്ടില്ല, ഡാഡനെ. അതുകൊണ്ട് അവൻ വരൂല കാരണം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്ന്. പിന്നെന്താണ്, ഞാൻ വീടിൻ്റെ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കുട്ടികൾക്കുള്ള സമ്മാനം. പിന്നെ മൗലൂദ് നടത്തുന്നുണ്ട്, കുറേ ആൾക്കാർക്കുണ്ടല്ലോ. പിന്നെ ഓണത്തിൻ്റെ മുന്നേ മൗലൂദ് നടത്തിയിരിക്കണേ. എവിടെ? ശിങ്കുവിൻ്റെ വീട്ടിൽ. ഞങ്ങൾ കണ്ടിട്ടില്ല, കാണാത്ത പോലെ നിൽക്കുകയാണ്. അത് വേറെ കാര്യം, അത് വിടും. പിന്നെ ഇവിടെ ഇന്ന് വൈകിട്ട് മൗലൂദാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നബിദിന പരിപാടിയാണ്. അപ്പം കുട്ടികൾക്കുള്ള സമ്മാനം, ദഫ്മുട്ടിൻ്റെ സമ്മാനം ഞാനാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ പോകണം. അപ്പം അതൊക്കെ വേറെ വ്ളോഗിൽ കാണിക്കാം. സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ ബൈ ബൈ.